ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനിൽഡ മിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് റിലേഷനിൽ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു 3 പ്രോബ്ലംസ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എ ഈക്വൽ ടു set 1 2 3 4 and R is a relation defined on A as R equal to 1 2 2 2 1 1 4 4 1 3 3 3 3 2. Write down the domain and range is R is an equivalence relation. Justify. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റിലേഷന്റെ ഡൊമെയിനും റേഞ്ചും അല്ലെ, ഡൊമെയിനും റേഞ്ചും എങ്ങനെയാ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനിലുള്ള ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് എന്ത്, ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് ആണ് ഈ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റ് സെറ്റ് ആണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഡൊമെയിനും റേഞ്ചും എഴുതാം. ഡൊമെയിൻ എന്ന് പറയുന്നത്, ഡൊമെയിൻ ഫസ്റ്റ് എലമെന്റ് ഏതൊക്കെയാണ് ഫസ്റ്റ് എലമെന്റ് വരുന്നത് നോക്കി, റിലേഷനിലേക്ക് നോക്കാം. 1 2 3 4 അല്ലെ ഫസ്റ്റ് എലമെന്റ്. ഓർഡറിൽ തന്നെ എഴുതിയേക്കാം 1 2 3 4. ഇനി റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ് ആണ് അല്ലെ. റേഞ്ച് എന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് എലമെന്റ് ആണ്. അത് നമുക്ക് എഴുതാം. സെക്കൻഡ് എലമെന്റ് നോക്കിയിട്ട് എഴുതാം. നമ്മുടെ റിലേഷനിലേക്ക് നോക്കാം. സെക്കൻഡ് എലമെന്റുകൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. റിപ്പീറ്റേഷൻ എഴുതേണ്ട ആവശ്യമില്ല, സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ വേണ്ട. അപ്പൊ നമുക്ക് അത് ഓർഡറിൽ തന്നെ എഴുതാം. 1 2 3 4. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓവർ. നമ്മൾ ഡൊമെയിനും റേഞ്ചും ഈ റിലേഷന്റെ എഴുതി. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് സെറ്റ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ. ദിസ് ആർ ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. ഇത് ഈ ആർ എന്ന് പറയുന്നത് ഈക്വാലൻസ് റിലേഷൻ ആണോ? എന്താണ് ഈക്വാലൻസ് റിലേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലേ. അപ്പൊ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഈക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ അത് ചെക്ക് ചെയ്യണ്ടേ? നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് ആദ്യം നോക്കാം. ഒന്ന് ആറില് 1 2 3 4 ആണ് എയിലുള്ള എലമെന്റ്സ്. അതിൽ 1 1 ഉണ്ടോ നോക്കണം, 2 2 ഉണ്ടോ നോക്കണം, 3 3 ഉണ്ടോ നോക്കണം, 4 4 ഉണ്ടോ നോക്കണം. അത് 4 ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ R എന്താണെന്ന്, റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. നമുക്ക് നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. സോ R is an equivalence relation. അപ്പൊ നമുക്ക് അല്ല, R എന്ന് പറയുന്നത് ഈക്വാലൻസ് അല്ല, റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് എന്ന് പറയാം. അപ്പൊ R is റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവ് ആണ് R. എന്താ കാരണം? എന്താ? എ എലമെന്റ് ഓഫ് ആർ. കാരണം എഴുതുക, എ എലമെന്റ് ഓഫ് ആർ ഫോർ എവരി എ എലമെന്റ് ഓഫ് എ. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കണം ഈ ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എയും കൂടെ എന്തിൽ വേണം? ആറിനകത്ത് വേണം. അപ്പൊ നമുക്ക് പറയാം ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പറയാം. നമുക്ക് നോക്കാം. 1 2 ഉണ്ട്, ഇതിൽ എന്തുണ്ടോ നോക്കണം. 2 1 ഉണ്ടോ നോക്കണം. ഉണ്ടോ? 1 2 ഉണ്ട്, അതില് 2 1 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് എന്തല്ല, R is not symmetric. R is symmetric അല്ല. അപ്പൊ അതിന്റെ റീസണും കൂടി എഴുതുക. എന്താണ് അതിന്റെ റീസൺ? സിമെട്രിക് അല്ലാത്തതിന്റെ റീസൺ എന്താ? 1 2 എലമെന്റ് ഓഫ് R ബട്ട് എന്തില്ല? 2 1 നോട്ട് എലമെന്റ് ഓഫ് R. ഇനി മൂന്നാമത്തത് എന്താ? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? എ ബി എലമെന്റ് ഓഫ് ആർ, ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തുണ്ട്? 1 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പൊ എന്ത് വേണം? 1 3 ഉം 3 2 ഉം ഉണ്ടെങ്കിൽ 1 2 വേണം. ഇവിടെ 1 2 ഇല്ലേ? 1 2 ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഈ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. ആർ ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് കാരണം എന്താ ട്രാൻസിറ്റീവ് ആയതിന്റെ? 1 2 റീസൺ എഴുതാം. 1 3 എലമെന്റ് ഓഫ് ആർ, 3 2 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് 1 2 എലമെന്റ് ഓഫ് ആർ. ഇതാണ് അതിന്റെ റീസൺ. അപ്പൊ നമുക്ക് ഇവിടെ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. പക്ഷെ ഇതെന്തല്ല, സിമെട്രിക് അല്ല. അപ്പൊ ഈ 3 കണ്ടീഷനും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ട് ഇതൊരു ഈക്വാലൻസ് റിലേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പൊ അത് കൺക്ലൂഡ് ചെയ്ത് അത് എഴുതണം. ഇറ്റ് ഈസ് നോട്ട്
and equivalence relation. അപ്പൊ അതിന്റെ റീസണും കൂടെ നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് ഈ പാർട്ടിൽ നിന്ന് ടൈപ്സ് ഓഫ് റിലേഷന്റെ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണം. ഈ റീസൺസ് ഒക്കെ ഓരോന്നിന്റെയും കൂടെ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റിഫ്ലെക്സീവിന്റെ കൂടെ ഇങ്ങനെ എഴുതണം, സിമ്മട്രിക്കിന്റെ കൂടെ ഈ രീതിയിൽ എഴുതണം, ട്രാൻസിറ്റീവിന്റെ കൂടെ ഈ രീതിയിലും എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, examine the relation R in the set A equal to set 1, 2, 3 up to 14 defined as R equal to ordered pair xy such that 3x minus y equal to 0 is reflexive, symmetric and transitive. ഈ രീതിയിൽ ഇതാണ് R തന്നിരിക്കുന്നത്. സെറ്റ് A എന്ന് പറയുന്നത് 1 to 14 ആണ്. R പറഞ്ഞിരിക്കുന്നത് ordered pair xy such that 3x minus y equal to 0. അപ്പൊ നമുക്ക് നോക്കാം ഈ ആറില് ഏതൊക്കെ എലമെന്റ്സ് വരുമെന്ന്. നമുക്ക് തന്നിരിക്കുന്നത് 3x minus y equal to 0 എന്നാണ്. ദാറ്റ് മീൻസ് y equal to 3x. അപ്പോ നമുക്ക് ഈ R ഒന്ന് എഴുതാം. R equal to 1 എന്ന് പറയുന്നതിന്റെ ഇമേജ് എന്ത് വരും? y എന്ന് പറയുന്നത് 3 into x. അപ്പൊ 1ന്റെ ഇമേജ് 3 into 1 3. ഇനി 2ന്റെ ഇമേജ് എന്താ? 2 into 3 into 2 6. 3യുടെ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കും? 3 into 3 9. 4ന്റെ ഇമേജോ 4 into 3 into 4 12. 5ന്റെ ഇമേജോ 5 into 3 15. 15 എടുക്കാൻ പറ്റില്ല, കാരണം എയിൽ എന്തില്ല? 15 ഇല്ല. R എന്ന് പറയുന്നത് A cross A യുടെ സബ്സെറ്റ് ആണ്. അപ്പോ 15 ഇല്ലാത്തതുകൊണ്ട് അത് വരില്ല. അപ്പൊ ഇത്ര എലിമെന്റ്സ് ആണ് നമ്മുടെ ഈ ആറിലുള്ളത്. ഇനി നോക്കേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്ത് വേണം? 1 to 14 എലമെന്റ്സ് ഉണ്ട്. 1 1 2 2 3 3 ഒക്കെ വേണം അല്ലെ? അതുണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല. R is not reflexive. R is not reflexive. അപ്പൊ റീസണും കൂടെ എഴുതാം. എന്താണ്? A not element of R for every A element of A. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? സിമ്മട്രിക് ആണോ എന്ന് നോക്കണം അല്ലെ? R is symmetric ആണോ? R symmetric ആവണമെങ്കിൽ 1 3 ഉണ്ടെങ്കിൽ എന്ത് വേണം? 3 1 വേണം. AB ഉണ്ടെങ്കിൽ എന്ത് വേണം? BA വേണം. ഇവിടെ 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. R ഈസ് നോട്ട് സിമ്മട്രിക്. അതിന്റെ റീസൺ എഴുതണം. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് അതിന്റെ റീസൺ ആയിട്ട് എഴുതാം. ഏതാണ് എക്സാമ്പിൾ? 1 1 3 1 3 എലമെന്റ് ഓഫ് R ബട്ട് എന്തില്ല? 3 1 നോട്ട് എലമെന്റ് ഓഫ് R. Not element of R. 3 1 not element of R. So it is not symmetric. ഇനി അടുത്ത കണ്ടീഷൻ ആണ് നമ്മുടെ ട്രാൻസിറ്റീവ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ 1 3 ഉണ്ട്, 3 9 ഉണ്ട്, ബട്ട് 1 9 ഇല്ല. എന്താണ് ട്രാൻസിറ്റീവിൻ്റെത്? AB ഉണ്ട്, BC ഉണ്ട്, AC വേണം അല്ലെ? അപ്പൊ ഇവിടെ 1 3 ഉണ്ട്, 3 9 ഉണ്ട്, എന്തില്ല? 1 9 ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. R is not transitive. റീസൺ എഴുതുക. എന്താ? 1 3 element of R, 3 9 element of R, but എന്തില്ല? 1 9 not element of R. ഇതാണ് അതിന്റെ റീസൺ. ഇത്രയും എഴുതണം. അപ്പൊ നമുക്ക് ഇതിന്റെ 3 കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. അത് 3 അല്ല അല്ലെ? റിഫ്ലെക്സീവും അല്ല, സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഈക്വാലൻസ് റിലേഷനും അല്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത് മനസ്സിലായല്ലോ? ഷോ ദാറ്റ് ദ റിലേഷൻ R in the set 1 2 3 given by R equal to 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ആറിനെ നോക്കാം. ആറില് റിഫ്ലെക്സീവ് ആണോ? 6 1 2 3 ആണ് അതിലെ എലമെന്റ്സ്. അപ്പൊ എന്തൊക്കെ വേണം? ആറില് 1 1 വേണം, 2 2 വേണം, 3 3 വേണം. അതുണ്ടോ നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. സോ R is reflexive. R is reflexive. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? അടുത്തത് സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? 1 2 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം അല്ലെ? 1 2 ഉണ്ടെങ്കിൽ എന്ത് വേണം? 2 1 വേണം. അപ്പൊ അത് എന്തല്ല? അതില്ലാത്തതുകൊണ്ട് R is not symmetric. R is not symmetric. അപ്പൊ അതിന്റെ റീസൺ
അതിന്റെ കൂടെ തന്നെ എഴുതുക സിൻസ് 1 2 element of R but 2 1 not element of R. ഇതാണ് അതിന്റെ റീസൺ. അതുകൂടെ അവിടെ എഴുതണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് എന്താണ്? അടുത്തത് ട്രാൻസിറ്റീവ്. മൂന്നാമത്തത് ട്രാൻസിറ്റീവ്. ആർ ട്രാൻസിറ്റീവ് ആണോ? നമുക്ക് എന്തുണ്ട്? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. എന്തില്ല? 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഇല്ല. എ ബി എലമെന്റ് ഓഫ് ആർ, ബി സി എലമെന്റ് ഓഫ് ആർ, ബട്ട് എ സി നോട്ട് എലമെന്റ് ഓഫ് ആർ. അതുകൊണ്ട് നമുക്ക് ഇതെന്തല്ല? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. റീസണും കൂടി എഴുതുക. എന്താണ്? 1 2 element of R, 2 3 element of R, but 1 3 not element of R. So it is not transitive. Transitive അല്ല. ഈ ക്വസ്റ്റ്യൻസ് 3 മനസ്സിലായല്ലോ അല്ലെ? ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന്റെ ഈ ക്വസ്റ്റ്യൻസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നുള്ളത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നോക്കാം. 1 ഫംഗ്ഷൻ, 2 ഫംഗ്ഷൻ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നില്ലേ? എല്ലാവരും നന്നായിട്ട് ചെയ്തൊക്കെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.